ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, പ്രഭയായി നനച്ചതല്ല. കഴിഞ്ഞ ദിവസം ഞാനും അനിയനും കസിൻസൊക്കെ കൂടെയാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പോകുന്നത്. ഈ സിനിമ കാണാൻ എനിക്ക് മെയിനായിട്ടുണ്ടായ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ കഴിഞ്ഞ 77ാമത് ഫ്രാൻസിൽ നടക്കുന്ന കാൻസ് ചലച്ചിത്രമേളയിൽ 1994 ശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമക്കാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഇത്ര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഈ സിനിമയിൽ എന്തായിരിക്കും ഉള്ളത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ മെയിനായിട്ട് ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്. ഈ സിനിമയെ പറ്റി വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ എനിക്ക് തോന്നിയത് ഒരു സ്ലോ ഹീലിംഗ് റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ്. അതായത് ഭയങ്കര ഇങ്ങനെ സമാധാനത്തിൽ പതുക്കെ ഇങ്ങനെ പോകുന്ന, എന്നാൽ അതിൻ്റെ ഓരോ വിഷ്വൽസും അതിലെ കളർ ഗ്രേഡിങ് ഒക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഭയങ്കര ആ ഒരു ഇങ്ങനെ കുറേ മൊമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഭയങ്കര നമുക്കൊരു റിഫ്രഷിങ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും, ഇപ്പോൾ ദിവ്യപ്രഭ ആണെങ്കിലും കനി കുസൃതിയൊക്കെ ആണെങ്കിലും അവരിങ്ങനെ അഭിനയിക്കണമെന്ന് തോന്നൂല. അവരിങ്ങനെ ഭയങ്കര അവരിങ്ങനെ ജീവിക്കണം, അതിങ്ങനെ ക്യാമറ ഇങ്ങനെ ഒപ്പിയെടുത്ത പോലെ നമുക്ക് തോന്നിയത്. ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് പായൽ കബാഡിയാണ്. അഭിനയിച്ചിരിക്കുന്നത് കനി കുസൃതിയും ദിവ്യപ്രഭയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ IFFK ചലച്ചിത്രമേള അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഡേയ്സ് ആണ്. കാരണം ആ ഒരു വൈബിൽ നമ്മൾക്കറിയാം, നമ്മൾ ഓരോ ദിവസവും കുറേ സിനിമകൾ ഇങ്ങനെ കണ്ടു പോകും. എല്ലാം വളരെ സ്ലോ പേസിലുള്ള എസ്തെറ്റിക് വാല്യൂസ് ഉള്ള ആർട്ട് ഹൗസ് സിനിമകളും അല്ലെങ്കിൽ പലതരം സിനിമകളും ഉണ്ടാവും. എങ്കിലും ആ ഫെസ്റ്റിവലിൽ നമ്മളൊരു സിനിമ കാണുമ്പോഴുള്ള ആ ഒരു പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മകളാണ് എനിക്ക് വന്നത്. പിന്നെ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആളുകളോടും അവരോടൊക്കെ ഇങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ കുറേ പേർക്കൊന്നും ഈ സിനിമ കണക്റ്റ് ആയില്ല, കുറേ പേർക്ക് ഭയങ്കര ലാഗായിട്ട് തോന്നി. എൻ്റെ അനിയനും പറഞ്ഞത് അങ്ങോട്ട് പിടിച്ചിരുത്തണില്ലെന്നാണ്. എന്നാൽ എൻ്റെ കസിൻ അനിയനൊക്കെ ഇഷ്ടമായി. നമ്മൾ പണ്ട് പോലെ ഈ കൊമേഴ്ഷ്യൽ സിനിമകൾ കണ്ടാണ് നമ്മുടെ ബ്രെയിൻ യൂസ്ഡ് ആയത്. അപ്പം ഭയങ്കര ക്യുക്ക് കട്ട്സ് ഉള്ള ഭയങ്കര സ്പീഡിൽ പോകുന്ന സിനിമകളൊക്കെ കണ്ട് നമ്മൾ അങ്ങനെയാണ് യൂസ്ഡ് ആയത്. മാത്രമല്ല ഇൻസ്റ്റയിലൊക്കെ തന്നെ ആണെങ്കിൽ നമ്മൾ ഓരോ ദിവസം എത്രയോ റീൽസാണ് ഇങ്ങനെ കണ്ടുവിടുന്നത്, നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഇതൊക്കെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറക്കുന്നുണ്ടെന്നാണ് റീസെൻ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ തന്നെ നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന ഒരു 10 പേജ് ബുക്ക് വായിക്കാൻ എത്ര പേർക്ക് പറ്റുന്നതെന്ന് നോക്കിയാൽ മതി. എന്നാൽ ഈ സിനിമയൊക്കെ ഭയങ്കര സ്ലോയിൽ നമ്മൾ ഇത്തിരി സമാധാനത്തോടെ ഇരുന്ന് ഇങ്ങനെ കാണുന്ന അത്ര അറ്റൻഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിലെ ലേയേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ഇതിൽ വിഷ്വലൈസ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം. എങ്കിലും അതൊക്കെ ഒട്ടും സ്പൂൺ ഫീഡിങ് ഇല്ലാതെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ സിനിമയിൽ ക്യാപിറ്റലിസത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ക്ലാസ് പൊളിറ്റിക്സ്, സാമ്പത്തിക അന്തരം അതൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. കൂടാണ്ട് ഏറ്റവും മെയിനായിട്ട് ഇപ്പോൾ ഈ ദിവ്യപ്രഭയുടെ ന്യൂഡ് സീനെ പറ്റിയുള്ള കോൺട്രവേഴ്സി ആണെങ്കിലും ആ സീൻ തിരികെ കയറ്റിയതായിട്ട് തോന്നിയില്ല. അത് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സീൻ പ്ലേസ് ചെയ്തില്ലെങ്കിൽ ഈ സിനിമയിൽ അത് മിസ്സിങ് ആയിട്ട് തന്നെ വരും എന്നാണ് തോന്നിയത്. നമുക്കറിയാം ഇപ്പോൾ പാരസൈറ്റിനൊക്കെ ഓസ്കാർ കിട്ടിയ സിനിമയാണ്. അതിന് അത്രയും ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലേക്കൊക്കെ പോയി ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയ സിനിമ തന്നെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ സിനിമക്ക് ബെസ്റ്റ് ഫിലിമിനുള്ള കാൻസിൽ ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വേറെ സിനിമയൊന്നും ഉണ്ടായില്ല എന്ന് തോന്നി. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം പാരസൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഇത്തരം പുരസ്കാരങ്ങൾ കിട്ടിയ സിനിമ എടുത്താൽ അതിൽ അത്രയും കണ്ടൻസ്, അത്രയും കനമുള്ള ലേയേഴ്സ്, അത്രയും കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റൊക്കെ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ബെസ്റ്റ് പിക്ചർ കിട്ടാൻ മാത്രം അത്രയും സ്ട്രോങ് കണ്ടൻസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അതിന് മാത്രം ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. ഇതിനാണോ ബെസ്റ്റ് ഫിലിം, ഇതാണോ, വേറെ സിനിമയൊന്നും ഉണ്ടായില്ലേ, അങ്ങനെ എനിക്ക് ഓണസ്റ്റ്ലി എനിക്ക് തോന്നി. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.